മലപ്പുറം തിരൂർ ആലത്തിയൂർ സ്കൂളിൽ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എഴുതി നൽകിയത് തെറ്റെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ. കുട്ടികൾ പാടിയത് ദേശഭക്തിഗാനമാണ്. അധ്യാപകർക്ക് BJP നിയമപരമായും സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്തിഗാനത്തിൽ RSSനെ കുറിച്ച് പറയുന്നത്, സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ? ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ? ഝാൻസി റാണിയെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ? അതുപോലുള്ള വീരപുരുഷന്മാരെ പുകഴ്ത്തിക്കൊണ്ട് മനോഹരമായ രീതിയിൽ കുട്ടികൾ പാടി. ആ പാടിയ കുട്ടികൾക്ക് വർഗീയത ഉണ്ടായിരുന്നില്ല. ആ പാടിയ കുട്ടികൾക്ക് മതമുണ്ടായിരുന്നെങ്കിലും ആ പാടുന്ന സമയത്ത് മതമുണ്ടായിരുന്നില്ല. അവർ മനോഹരമായി അത് പാടി, അത് വൈറലായി, എല്ലാവരും ആസ്വദിച്ചു. അത് കേട്ട അധ്യാപകരിൽ ഹിന്ദു അധ്യാപകരുണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. അത് കേട്ടവരിൽ മുസ്ലിം അധ്യാപകരുണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. അത് പാടിയവരിൽ രണ്ടു കൂട്ടരും ഉണ്ടായിരുന്നു, അവർക്കൊന്നും തോന്നിയില്ല. PTA-ക്കാരുണ്ടായിരുന്നു. അന്നൊന്നും തോന്നാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് 2-ാം തീയതി ഉണ്ടായത്? ദേശസ്നേഹികളായിട്ടുള്ള ദേശഭക്തി ഗാനം ആലപിച്ചതിന്റെ പേരിൽ അത് RSSന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതമാണ് എന്നതുകൊണ്ട് അത് പാടാൻ പാടില്ല എന്ന തിട്ടൂരമിറക്കാൻ ഇവരൊക്കെ ആരാണ്? RSSന്റെ ശാഖയിൽ കബഡി കളിക്കുന്നുണ്ട്. നാളെ സ്കൂളിലെ ഗെയിമായിട്ടുള്ള കബഡി നിരോധിക്കണമെന്ന് നിങ്ങൾ മാർച്ച് നടത്തുമോ? RSSന്റെ ശാഖയിൽ ഗോഗോ കളിക്കുന്നുണ്ട്. നാളെ ഗോഗോ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾക്ക് മാർച്ച് നടത്തുമോ? RSSന്റെ ശാഖയിൽ യോഗ നടത്തുന്നുണ്ട്. ആ യോഗ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാർച്ച് നടത്തുമോ? നാളെ നിങ്ങൾക്ക് കേരളത്തിലെ 15,000 സ്കൂളുകൾക്ക് മാർച്ച് നടത്തേണ്ടി വരും.